Drop it. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സിബ്രോണിക്സ് കമ്പനിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്ന വിലയാണ്. ഇതൊരു 1500 രൂപയിൽ താഴെ മാത്രമേ വില വരുന്നുള്ളൂ. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. ബോക്സിൽ കൊടുത്തേക്കുന്നത് ആദ്യം തന്നെ കാര്യങ്ങൾ നോക്കാം. ഇതിൽ നമ്മുടെ മൗസിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗസും അതുപോലെ നമ്മുടെ കീബോർഡ് എല്ലാം വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള USB-യിലാണ്. അതുപോലെ നമ്മുടെ ഈ മൗസിന് വരുന്നത് 6 ബട്ടൺസ് ആണ്. അത് നമ്മുടെ ഗെയിമേഴ്സിനും എഡിറ്റേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടും. പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ കീബോർഡിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 104 കീ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള റുപ്പി കീ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ബ്രേഡഡ് കേബിൾസ് ഉണ്ട്. മൾട്ടി കളറാണ്. രണ്ടിലും നമ്മുടെ കീബോർഡിലും മൗസിലും RGB ലൈറ്റ്സ് വരുന്നുണ്ട്. അത് എഡിറ്റേഴ്സിനും ഗെയിമേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ ഗെയിമേഴ്സ് പ്രത്യേകിച്ച് ലൈറ്റുള്ള സാധനങ്ങളാണല്ലോ കൂടുതലും വാങ്ങുന്നത്. ആ ഒരു ലുക്കിങ് പൊളിയായിരിക്കും. പിന്നെ ബോക്സിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കീബോർഡിൻ്റെയും മൗസിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ അവിടെ സ്പെസിഫിക്കേഷനും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം എടുത്തിരുന്ന് വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ നമ്മുടെ ഈ കീബോർഡിൻ്റെയും മൗസിൻ്റെയും കാര്യങ്ങളൊക്കെ താഴെ വേറെയും കൊടുത്തിട്ടുണ്ട്. രണ്ടും വരുന്നത് ബ്രേഡഡ് കേബിൾസ് ഒക്കെയാണ്. പിന്നെ കീബോർഡിൻ്റെ അടിയിൽ സപ്പോർട്ടിംഗ് സ്റ്റാൻഡ് 2 വരുന്നുണ്ട്. അത് 2 മുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും. ഇനി നമുക്കിപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെയും കുറേ സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്നത് മൊത്തം നമ്മുടെ കീബോർഡിൻ്റെയും മൗസിൻ്റെയും ബട്ടൺ ലൈഫ്സ് ആണ് പറയുന്നത്. അത് നോർമൽ കേസ് പോലെ 2.5 മില്യൺ 1.5 മില്യൺ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളമൊക്കെ കിട്ടുകയും ചെയ്യും. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. പിന്നെ ബോക്സിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സിബ്രോണിക്സിൻ്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം കാണാൻ നല്ല പൊളി ലുക്കുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ കീബോർഡും മൗസും. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഈ വരുന്നത് നമ്മുടെ ഈ ഗെയിമിംഗ് കീബോർഡും മൗസും വരുന്നത് അലുമിനിയം കേസിങ്ങാണ് കേട്ടോ. ഫുള്ള് വരുന്ന അലുമിനിയം കേസിങ്ങാണ്. കാണാൻ ഇച്ചിരി പ്രീമിയം ലുക്കും തോന്നുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി വെറുതെ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് തോന്നിയതിൻ്റെ പുറത്ത് നമ്മളൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വലിയ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് പുതിയ പോലെ തന്നെ ഇരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ ഇതിൻ്റെ USB ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഈ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ യൂസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഗോൾഡ് ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് സ്പീഡിൽ നടക്കും. അതായത് കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്യും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ഈ മൗസ് കണ്ടോ നിങ്ങൾ, നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഇല്ലേ, അതിൻ്റെ ഒരു മുഖം പോലത്തെ അതേ ഷേപ്പിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഡിസൈന് അതുപോലെ ലുക്ക് കാര്യങ്ങളൊക്കെ അന്യായമാണ്. ഒരു രക്ഷയില്ല. ഇനി നമുക്ക് നമ്മുടെ കീബോർഡ് എടുത്ത് നോക്കാം. കീബോർഡും അതുപോലെ തന്നെയാണ്. കാണാൻ അടിപൊളി ലുക്കാണ്. അതിൻ്റെ ആ ഒരു സ്റ്റീൽ കളർ തന്നെ നോക്കി എത്രത്തോളം രസമാണ്. പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറെ കുറച്ച് പേപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ യൂസർ മാനുവലിൽ നമ്മുടെ ഈ കീബോർഡിലും മൗസിലുള്ള ലൈറ്റിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പം കീബോർഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മണ്ട വരുന്ന ഈ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളെല്ലാം കളഞ്ഞേക്കാം. നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റിനുള്ള ഒരു എന്നാലും 100% മുതലുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി വരുന്നുണ്ട്. നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ നമ്മൾ ക്വാളിറ്റിയിൽ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഈ കീബോർഡിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 സപ്പോർട്ടിംഗ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അത് 2 രീതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാണ് യൂസർ മാനുവൽ വരുന്നത്. ഇതിൻ്റെ അത് നമുക്ക് കണ്ടോ ഈ സ്റ്റാൻഡിൻ്റെ കീബോർഡിൻ്റെ അടിയിൽ വരുന്ന സ്റ്റാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പല കീസ് വരുന്നുണ്ട്. അതിൻ്റെ യൂസ് കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കേണ്ട രീതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വരേണ്ട കാര്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് അടിയിലെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാൻഡ് കണ്ടില്ലായിരുന്നു നമ്മുടെ കീബോർഡിൻ്റെ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചെറുതും ഒരു വലുതുമുണ്ട്. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ സാധാ കീബോർഡിലൊക്കെ ചെറിയ ഒരെണ്ണേ വരത്തുള്ളൂ. ഇവിടെ നമുക്ക് 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു കണക്കിനൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് യൂസ് ചെയ്യുന്നവരുടെ ഇതനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ സ്റ്റാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം ഹൈറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് മറ്റേ ആ വലിയ സ്റ്റാൻഡും കൂടെ ഒന്ന് ഇട്ട് നോക്കാം എത്രത്തോളം ഹൈറ്റ് കിട്ടും എന്നുള്ള അറിയാനായിട്ട്. ഇത് സിമ്പിളാണ്. നമ്മുടെ മറ്റേ കീബോർഡ് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊക്കുക അതാക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ആ വലിയ സ്റ്റാൻഡ് ഇട്ടിട്ട് അതിൻ്റെ ഹൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. കീബോർഡിൽ വരുന്നത് മെക്കാനിക്കൽ കീസ് കാര്യങ്ങളൊന്നും അല്ല എങ്കിലും മറ്റ് കീബോർഡ് പോലെ വലിയ അലമ്പോ ശബ്ദമൊന്നുമില്ല. വളരെ സ്മൂത്താണ്. നമ്മുടെ ആ വലിയ സ്റ്റാൻഡ് വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഹൈറ്റ് വന്നേക്കുന്നത്.
കറക്റ്റ് നമുക്ക് ആ ഒരു ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കീബോർഡിനെ. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ലൈറ്റ് എങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഐക്കൺ കാണും, അത് ഓൺ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആവും. ഇതൊരു RGB ലൈറ്റിംഗ് ആണ് വരുന്നത്. നമ്മുടെ നോർമൽ കീബോർഡിൽ ഇങ്ങനെ ലൈറ്റ് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇത് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള സാധനമായതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് വരുന്നത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 3 സ്റ്റെപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4ാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫായി പോകും. അതാണ് വരുന്നത്. ഇനിയിപ്പോൾ FN എന്ന് പറഞ്ഞൊരു സ്വിച്ച് വരുന്നുണ്ട്, അതിൻ്റെ കൺട്രോൾ സ്വിച്ചാണ്. ആ FN ഞെക്കിയിട്ട് നമ്മൾ ലൈറ്റിൻ്റെ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇതൊരു ഇലുമിനേഷൻ പോലെ ഇങ്ങനെ പതിയെ മിന്നി തെളിഞ്ഞിങ്ങനെ നിൽക്കും. ഒരു പലയിടത്ത് പല കളർ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മൾ FN പ്ലസ് ആ ലൈറ്റ് ഒന്നും കൂടെ ഞെക്കുവാണെങ്കിൽ അത് ഓഫായി പോകും. ഇപ്പോൾ നമ്മുടെ നോർമൽ മോഡിലോട്ടായി. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ 2 ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഈ FN ഞെക്കിയാണ്. ഈ FN പ്രസ് ചെയ്ത് കഴിഞ്ഞ് ആ ലൈറ്റിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഇത് ഞെക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കും. 3 രീതി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഓഫ് ചെയ്യാനും പറ്റും. ബ്രൈറ്റ്നസ് 3 ലെവൽ വരെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ വരുന്നത് നോർമൽ കീബോർഡ് പോലെ തന്നെ സ്ക്രോൾ ലോക്ക്, ക്യാപ്സ് ലോക്ക് അങ്ങനെയുള്ള കുറച്ച് ലൈറ്റ്സ് വരുന്നുണ്ട്. അത് പക്ഷേ ഇതിൽ കൊടുത്തേക്കുന്നത് ഇച്ചിരി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സെയിം നീല കളറൊക്കെ തന്നെ വരുന്നത്, എന്നാലും കാണാൻ ഇച്ചിരി രസമുണ്ട്. പിന്നെ വിൻഡോസ് ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. വിൻഡോസ് ലോക്ക് വരുന്നത് നമ്മൾ FN, ഈ FN എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ സ്വിച്ച് വരുന്നത്. അത് ഞെക്കി എല്ലാം പ്രസ് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ വരും. ഇപ്പോൾ പിന്നെ നമ്മുടെ റുപ്പി ബട്ടന്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് വേറെ കൂടുതൽ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് എഡിറ്റേഴ്സിനാണെങ്കിലും ഗെയിമേഴ്സിനാണെങ്കിലും പെട്ടെന്ന് വോളിയം അപ്പ് ഡൗൺ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചില കീബോർഡിലൊക്കെ വരുന്ന പോലെ ഹോം ബട്ടന്, റിസെൻറ്റ് പ്ലേ, അതുപോലെ പോസ് അങ്ങനെയുള്ള കുറച്ച് ബട്ടൺസ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇത് കൊടുത്തതിനാൽ അടിപൊളിയാണ്. ഇനി നമ്മുടെ മൗസിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ചധികം തന്നെ പറയാനുണ്ട്. ഓവറോൾ ഇതിൻ്റെ ലുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കണ്ണിൽ അത്രത്തോളം ഇഷ്ടപ്പെടും. കാരണം ട്രാൻസ്ഫോമേഴ്സ് ലുക്കാണ് ഈ മൗസിന് കൊടുത്തേക്കുന്നത്. ആ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫേസ് ഉണ്ടല്ലോ, ആ ലുക്ക്. അതുപോലെ ഫുള്ള് വരുന്നത് ഇതിൻ്റെ കേസ് അലുമിനിയമാണ്. വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, പക്ഷേ കയ്യിലെടുത്ത് വരുമ്പോൾ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. അതുപോലെ നമ്മുടെ നോർമൽ മൗസിലൊക്കെ വരുന്നത് 3 ബട്ടൺ ആണെങ്കിൽ ഈ മൗസിൽ വരുന്നത് 6 ബട്ടനാണ്. അത് നമ്മുടെ മൗസിനുള്ള പോലെ 3 ബട്ടനും പിന്നെ ഈ കാണുന്ന ചെറിയൊരു ബട്ടനാണ് നമ്മുടെ ഈ PDI അങ്ങനെ എന്തോ അതിന് പറയുന്നത്. നമ്മുടെ മൗസ് പോയിൻ്റ് ഉണ്ടല്ലോ ഡിസ്പ്ലേ കാണിക്കുന്നത്, അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ബട്ടണാണത്. അത് ഞെക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ മൗസിൽ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണും. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ സൈഡിൽ കാണുന്ന 2 ബട്ടൺസ് വരുന്നത് ഫോർവേഡും ബാക്ക്വേഡുമാണ്. സാധാരണ നമ്മൾ ഫോർവേഡ് ബാക്ക്വേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേയുടെ മണ്ടയിൽ കാണും ചെറിയ 2 ആരോസ്, അത് ക്ലിക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ ബാക്ക് സ്പേസ് ഒക്കെ അടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ നമുക്കെല്ലാം തന്നെ ഇവിടെ മൗസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാലും ഓവറോൾ നമ്മൾ ഈ കൊടുക്കുന്ന ബഡ്ജറ്റിലുള്ള അടിപൊളി ഒരു കീബോർഡും മൗസുമാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഗെയിമേഴ്സോ എഡിറ്റേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രീമിയം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 100% വർത്താണ്. എന്തായാലും ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം, ആവശ്യമുള്ളത് ചെക്ക് ചെയ്യാം.